CPIM-നെതിരെ ഞെട്ടിക്കുന്ന വാർത്ത വരുമെന്ന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് വി.ഡി. സതീശൻ. വാർത്താ ബോംബ് പൊട്ടിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും CPIM-നെതിരെ വാർത്തകൾ വരുമെന്നാണ് താൻ പറഞ്ഞതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും സതീശൻ പറയുന്നു. അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാണ്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനി അതിൽ ചർച്ചയില്ല. ക്ലിയറായിട്ട് പറഞ്ഞു, ഇനി അതിലൊരു ചർച്ചയില്ല. കഴമ്പുമില്ല. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്ത് വന്നിട്ടില്ലല്ലോ, പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ. കഴമ്പില്ല. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്ത് വന്നിട്ടില്ലല്ലോ, പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ. അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽ, പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം എന്ന് കേട്ടപ്പോൾ കേരളമാകെ വിചാരിച്ചു എന്തോ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം എന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മറുപടി പറയാൻ എന്ന മട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു വരി പോലും ഇല്ല എന്നുള്ളതാണ് കൃത്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നത്. മുൻകാലങ്ങളിൽ കേരളം എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയുന്നു എന്നതിനപ്പുറം തനിക്ക് നേരെ ഉയർന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ല, ചോദ്യങ്ങൾ വേണ്ട എന്ന് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു. AI ക്യാമറ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് മറുപടിയില്ല. അതുപോലെ തന്നെ K-ഫോണുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അതിനും അദ്ദേഹത്തിന് മറുപടിയില്ല. എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ? ക്ഷമേ, അപ്രതീക്ഷിതമായിരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഒരു പ്രസ് മീറ്റ് ആയിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ തന്നെ തനിക്കൊരു കാര്യം പറയുവാനുണ്ട്, തനിക്കൊരു വെളിപ്പെടുത്തൽ നടത്തുവാനുണ്ട്, അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നത് എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സൂചിപ്പിച്ചില്ല. പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു, ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതെന്താണ്, ആ ഒരു വിഷയം എന്താണ് എന്ന് സൂചിപ്പിച്ചപ്പോൾ താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒരു ബോംബ് എന്ന കാര്യമൊന്നും താൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായും അമൽ, നിന്ന നിപ്പിൽ മലക്കം മറിയാൻ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളത് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും, CPM-ഉം വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അമൽ തുടരുകയാണ്. അമൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് നേരെ മലക്കം പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ക്ഷമയെ, തീർച്ചയായും അതായത് CPM-നെതിരെ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ തവണത്തെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അത് മാധ്യമങ്ങൾ ഇത്തവണ എടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഷമി സൂചിപ്പിച്ച പോലെ തന്നെ മലക്കം മറിയുന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ഒരു ബോംബ് എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന രീതിയിലായിരുന്നു വി.ഡി. സതീശൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത് സാവകാശം ഇനിയും വേണം, താൻ പറയാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രസ് മീറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അത് മാറ്റി നിർത്തിയാൽ ഒരു തരത്തിലുമുള്ള ഒരു പ്രാധാന്യം ഈ പ്രസ് മീറ്റിനുണ്ട് എന്ന് തോന്നാത്ത വിധത്തിലുള്ള ഒരു പ്രസ് മീറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായ രീതിയിലേക്ക് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, കൃത്യമായ മറുപടികൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇന്നത്തെ പ്രസ് മീറ്റിന് ലഭിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞുപോയ കാര്യങ്ങളെ വീണ്ടും സൂചിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു പുതിയ കാര്യം ഇന്നത്തെ ഈ പ്രസ് മീറ്റിൽ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ
അംഗത്വത്തിലുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിലും അദ്ദേഹം ആ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമൊക്കെ ഒഴിവാക്കിയ ഒരാൾ വീണ്ടും എങ്ങനെ ഒരു ജനപ്രതിനിധി സ്ഥാനത്ത് തുടരുന്നു, അത് ഈ കോൺഗ്രസിന്റെ ബൈലോ പ്രകാരം തെറ്റല്ലേ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അതിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇപ്പോൾ AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജി അത് കോടതി തള്ളിയിരുന്നു. ഇതിനു മുന്നേ തന്നെ K-ഫോണുമായി ബന്ധപ്പെട്ട ഹർജിയും കോടതി തള്ളിയിരുന്നു. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അത് തനിക്ക് തിരിച്ചടിയല്ല എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോടതിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം അത് വളരെ തമാശ കലർന്നതാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമുക്ക് സംശയം തോന്നും. കാരണം കോടതി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖകൾ ഒന്നും തന്നെ പരിശോധിച്ചിട്ടല്ല ഇത്തരത്തിൽ ഈ ഹർജി തള്ളിയത് എന്ന ഒരു കാര്യമാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിക്കുമ്പോൾ ഈ ഹർജിക്കാരന് കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ നൽകാൻ കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ ഹർജി തള്ളിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ രേഖകളൊന്നും തന്നെ കോടതി പരിശോധിച്ചിട്ടില്ല, ഈ കേസ് കൃത്യമായ രീതിയിലല്ല കോടതി പരിഗണിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ കോടതിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വളരെ നിസ്സാരമായ രീതിയിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നൽകേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തേണ്ട കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് കാര്യമാത്ര പ്രസക്തമായ ഒന്നുമില്ലാത്തൊരു വാർത്താ സമ്മേളനമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അമലാണ് വിശദാംശങ്ങൾ നൽകിയത്.